ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ ഭീകരത നേരിട്ട് കണ്ട മലയാളികൾ ആ ജനതയെ ചേർത്തു പിടിക്കാൻ തീരുമാനിച്ചതിന്റെ മനസ്സിന്റെ ആർദ്രതയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി ഒഴുകിയെത്തിയത്. ഒരുപക്ഷെ മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ അവിടം പുനർനിർമ്മിക്കാൻ സർക്കാരിനെ പ്രാപ്തമാക്കും വിധം തുക ദുരിതാശ്വാസ നിധിയിൽ നിറഞ്ഞു. എന്നാൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആ വേഗത്തിൽ നടക്കുന്നുണ്ടോ? കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ടി സിദ്ദിഖ് MLA ഇത് സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ സർക്കാരിനോട് ചോദിക്കുകയും മുഖ്യമന്ത്രി അതിന് മറുപടി നൽകുകയും ഉണ്ടായി. ആ ചോദ്യത്തിലും ഉത്തരത്തിലും ചൂരൽമല മുണ്ടക്കൈ ദുരിതാശ്വാസ പ്രവർത്തനത്തിലെ സർക്കാരിന്റെ നിലപാടും അവസ്ഥയും വ്യക്തമാക്കുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച തുകയെക്കുറിച്ചും അതിന്റെ ചെലവഴിക്കലിനെ കുറിച്ചുമാണ്. അതിനുള്ള മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞ വിവരങ്ങൾ ഇവയാണ്. ആകെ ലഭിച്ച തുക 772,98,00,000 രൂപ. അതിൽ നിന്നും 13 ഇനങ്ങളിലായി ആകെ 100,41,00,000 രൂപ ചിലവഴിച്ചിട്ടുണ്ട്. 2025 സെപ്റ്റംബർ 16 വരെയുള്ള കണക്കുകളാണ് മുഖ്യമന്ത്രി സഭയ്ക്ക് മുന്നിൽ വെച്ചത്. ആ രേഖകൾ പ്രകാരം നോക്കിയാൽ ലഭിച്ച തുകയിൽ 673 കോടി രൂപയിലേറെ ബാക്കിയുണ്ട്. അതായത് ലഭിച്ച തുകയുടെ 13% മാത്രമാണ് ഒരു വർഷത്തിനിപ്പുറവും ചെലവഴിച്ചിരിക്കുന്നത്.